ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർ ജെ ഷാഹിദയെ പ്രതി ചേർക്കും. ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ഷാഹിദയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോക്ടർ ഉഷ ജോസഫിന്റെ ചികിത്സാ രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് 9 പേരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും. അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് DMOയ്ക്ക് അപേക്ഷയും നൽകും. അതേസമയം സംഭവത്തിൽ ഡോക്ടർ ലളിതാംബികയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണ്. ശസ്ത്രക്രിയ സമയത്തുണ്ടായിരുന്ന സ്ക്രബ് നേഴ്സ് മാത്രമാണെന്നാണ് കണ്ടെത്തൽ. ഉപകരണങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഡോക്ടർ സ്ക്രബ് നേഴ്സിനോട് ചോദിച്ചിരുന്നു. ഉണ്ടെന്നുള്ള മറുപടിക്ക് ശേഷമാണ് തുന്നലിട്ടത്. ഉഷയുടെ ശസ്ത്രക്രിയയ്ക്കിടെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യേണ്ടി വന്നെന്നും നേഴ്സ് പറയുന്നുണ്ട്. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത 7 സെന്റിമീറ്റർ നീളമുള്ള കത്രിക ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും. കത്രികയുടെ കാലപ്പഴക്കം കണ്ടെത്തുന്നത് വളരെ നിർണായകമാണ്. നിലവിൽ ഉഷയുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ്. സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ നിരീക്ഷണത്തിൽ ഇപ്പോഴും തുടരുകയാണ് ഉഷ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വീഴ്ചകൾ സ്വാഭാവികമാണ്, ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ് നടപടികൾ എടുക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കരുതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ നടത്താൻ കാലതാമസമുണ്ടായി, ഡോക്ടർ തീരുമാനമെടുക്കാൻ വൈകിയെന്നും കണ്ടെത്തൽ. 3-അംഗ സമിതി ആരോഗ്യ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടായിരുന്നുവെന്നും ഇത് ശസ്ത്രക്രിയയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കുഞ്ഞിന് ശ്വാസതടസ്സം അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. സിസേറിയൻ നടത്താൻ കാലതാമസം ഉണ്ടായി എന്ന് ബന്ധുക്കളും ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയും ഡോക്ടർ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. അതേസമയം സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. 1 മാസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ ഉത്തരവ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ചാത്തങ്കോട് സ്വദേശി സുരേന്ദ്രനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. മാസങ്ങൾക്ക് മുൻപാണ് സുരേന്ദ്രൻ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയത്. എന്നാൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷവും ഒടിഞ്ഞ കൈ വളഞ്ഞ നിലയിൽ തന്നെ തുടരുകയാണ്. കൈ പഴയപടിയാകണമെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. സ്വന്തമായി ഹോട്ടൽ നടത്തി വരികയായിരുന്നു സുരേന്ദ്രൻ. ചികിത്സാ പിഴവ് മൂലം ഉപജീവന മാർഗം പോലും തടസ്സപ്പെട്ട അവസ്ഥയിലാണെന്നും കുടുംബം പറയുന്നു. കടലിൽ വരുമ്പോൾ വണ്ടി മഴ പെയ്തിട്ട് വണ്ടി ചളിയിലൊന്ന് സ്ലിപ്പായി, കൈ കെളുപ്പെന്ന് വേർപ്പോയി. കെളുപ്പെന്ന് വേർട്ടും ചെയ്ത് ഇവിടെ പൊട്ടുണ്ടായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ ഒരു 7-8 മണിയായപ്പോൾ ഡോക്ടർ വന്നിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞ് കൈ പൊട്ടുണ്ട്. അടിയിൽ കുട്ടിയിട്ടുണ്ട്, ചുറ്റി കെട്ടിയിട്ട് പറഞ്ഞയച്ചു. 3 ആഴ്ച അതേപോലെ ചെയ്തു. 3 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞ് ശരിയായിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേർപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവർ വലിച്ച് പൊട്ടിച്ചപ്പോഴേക്കും എൻ്റെ ബോധം പോയി. അങ്ങനെ അവർ വലിച്ച് പൊട്ടിച്ച് പിന്നെയാണ് പ്ലാസ്റ്റർ ഇട്ടത്. അതുവരെ അവരൊന്നും ചെയ്തില്ല. അതുവരെ ഇതുപോലെ കെട്ടി പറഞ്ഞേക്കുന്നത്. പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം അവർ വീട്ടിൽ പോയിട്ട് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിച്ച് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെന്നപ്പോൾ അവരും ഇനി സർജറി ചെയ്യണം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചാൽ ചർച്ചയാകാമെന്ന നിലപാടിൽ സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നിലപാട് അറിയിച്ചത്. എന്നാൽ സമരം അവസാനിപ്പിക്കില്ലെന്നും ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 5-ാം ദിവസവും തുടരുകയാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകുക, ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാർ അടിയന്തര തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് സംശയാസ്പദമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ്.
തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കി. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്ത്രിയുടെ പേരിൽ ഒരു തെളിവ് പോലും SITക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും ശക്തിപ്പെടുകയാണ്. കൃത്യമായ തെളിവുകളില്ലാതെയാണ് അറസ്റ്റ് എന്ന വാദവും നിലവിലുണ്ട്. കൂടാതെ SITയുടെ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുകയാണ് കോൺഗ്രസ്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. 41 ദിവസം നീണ്ടുനിന്ന ജയിൽവാസത്തിന് ശേഷം തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വലിയ തരത്തിൽ ചർച്ചയായി മാറുകയാണ് ഈ ജാമ്യവും ഒപ്പം ജാമ്യത്തിലെ വ്യവസ്ഥകളും ജാമ്യം ലഭിക്കാൻ ഇടയായ സാഹചര്യവുമൊക്കെ. കൃത്യമായി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഒരു തന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങളിൽ മാത്രമാണ് ചുമതലയുള്ളതെന്നും മറ്റ് ഭരണപരമായ കാര്യങ്ങളിൽ ചുമതല ഇല്ല എന്നുമൊക്കെ തന്ത്രി കോടതിയെ ബോധിപ്പിച്ചു. കോടതി അതേപടി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ SITക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എങ്ങനെയാണ്? കൃത്യമായും കോടതി SITയോട് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ചിരിക്കും, ഏതു തരത്തിലെ കളവാണ് അല്ലെങ്കിൽ തെറ്റാണ് തന്ത്രി ഇതെന്ന്, തന്ത്രിയുടെ എന്താണ് തെറ്റായി സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തും ഉയർന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവ് നിരത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുന്നതും വലിയ ഒരു തെറ്റായി മാറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മുതൽ ജാമ്യം കിട്ടുന്ന ഇടയായ സാഹചര്യം വരെ വലിയ ഒരു ചർച്ചയ്ക്ക് നീങ്ങുകയാണ് എന്ന് തന്നെ വരും. കാരണം ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസും ഒപ്പം BJPയും എല്ലാം ഏറ്റുപിടിച്ചിരിക്കുകയാണ്. തന്ത്രിയെ ഒരു കാര്യവുമില്ലാതെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലാക്കി എന്നൊക്കെയാണ് ഇരു രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ വാദിക്കുന്നത്. അതുതന്നെയാണ് തന്ത്രിയും പറയുന്നത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു കാര്യവും കോടതിക്ക് മുന്നിൽ ഇതുവരെയായും തന്ത്രിക്കെതിരെ നിരത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഇടയായ സാഹചര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രിയാണെന്നും അതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായി ചില സാമ്പത്തികമെന്നും ആ വലിയ തരത്തിൽ ധനാപഹമുള്ള എന്നൊക്കെയായിരുന്നു കണ്ടെത്തൽ. പക്ഷേ അതിനെ ഒന്നും തന്നെ സാധിക്കുന്ന തരത്തിലുള്ള രേഖകൾ നീട്ടുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായി കോടതിക്ക് വാദിക്കുകയും ചെയ്തു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുവാൻ കാരണക്കാരൻ അദ്ദേഹത്തിന്റെ അച്ഛൻ നേരത്തെ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബന്ധു ശബരിമലയിൽ ഗാർഡായി ജോലി നോക്കി. ഇത്തരത്തിൽ ചില ബന്ധങ്ങൾ ശബരിമലയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ ശബരിമലയിൽ ഇത് പരികർമ്മയായി മാറിയത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്കെതിരെ കുറ്റം ചുമത്തിയ ഒരു കുറ്റം മാത്രമാണ് പ്രധാനമായും കണ്ടെത്താൻ ശ്രമിച്ചത്. അത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നിലേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ആ ബന്ധത്തെ പോലും കൃത്യമായി ഖണ്ഡിക്കുവാൻ തന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്ത്രി തന്നെ പറയുന്നു തനിക്ക് എതിരെ ഉണ്ടായ ചില വിദ്വേഷങ്ങൾ, അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിനുണ്ടായിരുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ എടുത്ത ചില നിലപാടുകൾ, അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സമിതിക്ക് വേണ്ടി എടുത്ത അനുകൂലമായ നിലപാടുകൾ, അതൊക്കെ തന്നെ തനിക്ക് വിനയായി മാറി അതിന്റെ ശത്രുതയാണ് തന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്നതെന്നായിരുന്നു തന്ത്രി കോടതിയിൽ വാദിച്ചത്, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ അറിയിച്ചത്. പക്ഷെ അതെല്ലാം മുഖവിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വഴിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിന് പിന്നിൽ പ്രധാനപ്പെട്ട കക്ഷികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. സ്വർണം എങ്ങനെ അവിടെ നഷ്ടമായി എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ചില ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ റിമാൻഡ് ചെയ്യുന്നു, കുറേ ദിവസങ്ങളോളം അവർ ജയിലിൽ കഴിയുന്നു. അതിനുശേഷം സ്വാഭാവിക ജാമ്യം കിട്ടി അവർ പുറത്തേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ ആരോപണം. BJPയും കോൺഗ്രസും എല്ലാം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നത്.
ഒപ്പം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും മുൻ പ്രസിഡന്റിനുമൊക്കെ ജാമ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം സ്വാഭാവിക ജാമ്യങ്ങൾ. ഇവിടെ എവിടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തെറ്റുപറ്റിയിരിക്കുന്നത്? എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ തന്ത്രിക്കെതിരെ നടത്തിയത്? ഇതൊക്കെ ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഓരോ ദിവസവും ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചിലരിൽ നിന്നും വ്യക്തമായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി പ്രാവശ്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ വെച്ചും അല്ലാതെയും ഒക്കെ ചോദ്യം ചെയ്തത്, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത്. എന്നിട്ടും കൂടുതലായി ഒന്നും കിട്ടിയില്ലേ? തന്ത്രിക്കെതിരെ ഉണ്ടായിരുന്ന തെളിവുകൾ എന്ന് പറയുന്നത് കൃത്യമായി കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? ഇത്തരം ചോദ്യങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഇതേ ചോദ്യങ്ങൾ ഉയരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്ത്രിയെ സംരക്ഷിക്കുക എന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ അവർ വലിയ തരത്തിൽ ചർച്ചകൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും ശബരിമല വിഷയം കുറച്ചുകൂടി ആളിക്കത്തിക്കാൻ തന്നെയായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യമിടുക. പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ പരിശോധന പുനരാരംഭിച്ചു. പരിശോധന 2 ദിവസം നീണ്ടു നിൽക്കും. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ശബരിമല സന്നിധാനത്തെ താൽക്കാലിക സ്ട്രോങ് റൂമിലും പരിശോധന നടത്തും. തുടർന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെയാണ് ഹൈക്കോടതി ശബരിമല അടക്കമുള്ള മഹാക്ഷേത്രങ്ങളിൽ വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളി, ആഭരണങ്ങൾ അടക്കമുള്ള അമൂല്യ വസ്തുക്കളും മഹസറും സ്റ്റോക്ക് രജിസ്റ്ററും പരിശോധിക്കാനായി ജസ്റ്റിസ് KT ശങ്കറിനെ നിയോഗിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ സീറ്റും ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുമെന്നും കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് NCPയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് കേരള കോൺഗ്രസിൽ ചേർന്നവരുടെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാട്ടാനയുടെ മുന്നിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് വനം വകുപ്പ് ജീവനക്കാരൻ. പത്തനംതിട്ട പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. ഭക്ഷണം കഴിക്കാൻ മെസ്സിലേക്ക് പോയി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബിനാണ് ആനയുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ പകുത്തു നൽകിയ കുഞ്ഞുമാലാഖ ആലിൻ ഷെറിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറെക്കാലം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നുവെന്നും നിരവധി സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ആ കുഞ്ഞു പോയതെന്നും മോദി പരാമർശിച്ചു. എല്ലാമായ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കൾക്ക് തീരാവേദനയാണ്. ആ വേദനയ്ക്കിടയിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. എന്തൊരു വലിയ തീരുമാനമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ പൗരനും ആ രക്ഷിതാക്കളെ ആദരവോടെ നമിക്കണം. മഹനീയമായ ചിന്തയുടെയും ഉറച്ച വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണ് അവരുടെ തീരുമാനത്തിൽ പ്രതിഫലിച്ചത്. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനാണ് ആ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നത്. ആലിൻ ഷെറിന്റെ പേര് എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അവയവദാനത്തിൽ ഇന്ത്യ മുന്നിലാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ചെങ്കോട്ടയിലും ചാന്ദിനി ചൌക്കിലും ക്ഷേത്രങ്ങളിലും ഭീകരാക്രമണം ലക്ഷ്യമിട്ട ഗൂഢാലോചനയിൽ 8 പേർ അറസ്റ്റിൽ. ബംഗ്ലാദേശ് സ്വദേശികളാണ് പിടിയിലായത്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട്. വിസ്മയ, ഇപ്പോൾ ഭീകരാക്രമണം ലക്ഷ്യമിട്ട ഗൂഢാലോചനയിലാണ് ഇപ്പോൾ 8 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ്, ചെങ്കോട്ടയിലും ചാന്ദിനി ചൌക്കിലും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലുമാണ് ഇവർ ഭീകരാക്രമണം ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ 8 പേരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? പാക് ചാര സംഘടനയായ ISIയുടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആസ്ഥാനമായ ഭീകര സംഘടനകളുടെയും പിന്തുണയോടെ രാജ്യത്തൊരു ഭീകരാക്രമണം ലക്ഷ്യമിട്ട് ആ ഒരു ഗൂഢാലോചന നടത്തുകയായിരുന്ന 8 പേരാണ് നിലവിൽ ഡൽഹി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ 6 പേര് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ 2 പേർ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷബാത്ത്, ഉമർ മുഹമ്മദ് ലിദാൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉജ്ജാൽ എന്നീ 6 പേരെ
നടത്തുകയാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ നിന്നും വസ്ത്രനിർമ്മാണ യൂണിറ്റുകളിൽ നിന്നാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ബാക്കി 2 പേർ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് പിടിയിലായിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായവരെ പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുകയായിരുന്നു. എന്തായാലും ഡൽഹിയിൽ ഭീകരാക്രമണം ലക്ഷ്യമിട്ട് ഒരു പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. ഈ ഒരു പോസ്റ്റർ പതിപ്പിച്ചതിന് പിന്നാലെ നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക്, ഈ 8 പേരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഫോറിൻ ഹാൻഡ്ലേഴ്സുമായി ഈ ഒരു ഭീകരാക്രമണം എങ്ങനെ നടത്താമെന്നുള്ളൊരു പദ്ധതി, ഈ ഒരു പദ്ധതിക്കിടെയാണ് ഇവർ പിടിയിലാകുന്നത് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതുപോലെ ഇതിനായി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനായി തിരിച്ചറിയലിനായി വ്യാജ ആധാർ കാർഡുകളും ഇവർ ഉണ്ടാക്കിയിരുന്നു എന്ന് വൃത്തങ്ങൾ പറയുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 8 മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ 16 സിമ്മുകളുമാണ് ഇവരുടെ കയ്യിൽ നിന്നും കണ്ടുകിട്ടിയത്. എന്തായാലും ഇത്തരത്തിലൊരു ഭീകരാക്രമണം, അതായത് ഡൽഹിയിലെ ചെങ്കോട്ടയിലും അതുപോലെ തന്നെ ചാന്ദിനി ചൗക്കിലെ ക്ഷേത്രത്തിലും മറ്റ് മതസ്ഥലങ്ങളിലുമാണ് ഇവർ സ്ഫോടനത്തിനായി ലക്ഷ്യമിട്ടിരുന്നത്. ഈ ഒരു സ്ഫോടനത്തിനായുള്ളൊരു ഗൂഢാലോചനക്കിടെയാണ്, ഒരു പദ്ധതിക്കിടെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 6-ന്, അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഒരു പള്ളിയിൽ ഒരു ചാവേർ ആക്രമണം നടന്നിരുന്നു. അതിൽ ഒരു 31 പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 160-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പ്രതികാരമായാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിന് ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 8 പേരായിരുന്നു നിലവിൽ ഈ ഒരു ഭീകരാക്രമണം ലക്ഷ്യമിടുന്ന അതുപോലെ തന്നെ ഭീകര സംഘടനകളുടെ ഭാഗമായ ഒരു 8 പേരെയാണ് നിലവിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഭീകരാക്രമണം ലക്ഷ്യമിട്ട ഗൂഢാലോചനയിലാണ് ഇപ്പോൾ 8 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെങ്കോട്ടയിലും ചാന്ദിനി ചൗക്കിലും ക്ഷേത്രങ്ങളിലുമാണ് ഇവർ ഭീകരാക്രമണം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് സ്വദേശികളാണ് പിടിയിലായ 8 പേരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിസ്മയ പ്രകാശം. അഫ്ഗാനിസ്ഥാനിൽ പാക് വ്യോമാക്രമണം. റംദാൻ ആരംഭിച്ചതിന് പിന്നാലെ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. പക്തിക, നങ്കാർ പ്രവിശ്യകളിലെ ജനവാസ കേന്ദ്രങ്ങളിലും അതിർത്തിയിലെ പാക് താലിബാൻ കേന്ദ്രങ്ങളിലുമായിരുന്നു ആക്രമണം. 3 ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല തലാർ സ്ഥിരീകരിച്ചു. പാക് ആക്രമണത്തെ താലിബാൻ അപലപിച്ചു. നിരപരാധികൾക്ക് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും താലിബാൻ സർക്കാർ അറിയിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന ചാവേർ ആക്രമണത്തിന് തിരിച്ചടിയായാണ് പാകിസ്ഥാന്റെ ആക്രമണം. തിരുവ റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ ആഗോള തിരുവ വീണ്ടും ഉയർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കോടതി ഉത്തരവിന് പിന്നാലെ 10% തിരുവ പ്രഖ്യാപിച്ച ട്രംപ് 15% ഉയർത്തി. വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 പ്രകാരമാണ് പുതിയ ഉത്തരവ്. 150 ദിവസത്തേക്കാണ് തിരുവ വർധനവ്. അതിനിടെ ഇന്ത്യ US വ്യാപാര കരാർ വേഗത്തിലാക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ നാളെ ആരംഭിക്കും. ഇന്ത്യൻ ഉദ്യോഗസ്ഥ സംഘം നാളെ അമേരിക്കയിലെത്തും. ചർച്ചകൾ 3 ദിവസം നീളാനാണ് സാധ്യത. ഏപ്രിലിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് സൂചന. നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടിമിസിന്റെ വിക്ഷേപണം ഇനിയും നീളും. റോക്കറ്റിന്റെ വിക്ഷേപണ റിഹേഴ്സലിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം നീട്ടിയത്. ഇതോടെ മാർച്ച് 6-ന് നടത്താനിരുന്ന വിക്ഷേപണം മാറ്റി. ഹീലിയം ഇന്ധനത്തിന്റെ പ്രവാഹത്തിൽ തടസ്സം കണ്ടതോടെയാണ് വിക്ഷേപണം മാറ്റിയത്. റോക്കറ്റിനെ വിക്ഷേപണ തറയിൽ നിലനിർത്തി തകരാർ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാസ അറിയിച്ചു. റോക്കറ്റും ഓറിയോൺ പേടകവും വിക്ഷേപണ തറയിൽ നിന്നും മാറ്റാൻ നാസ നടപടി തുടങ്ങി. നവീകരിച്ച കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചോർച്ച. ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് ചോർച്ച കണ്ടെത്തിയത്. മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഇരിപ്പിടങ്ങളിലേക്ക് കുത്തിയൊലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഇന്ന് നടക്കാനിരിക്കെയാണ് സ്റ്റേഡിയത്തിലെ നിർമ്മാണ പിഴവ് പുറത്തുവന്നത്. സ്പോൺസറും GCDAയും 2 മാസം മുൻപാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കൊച്ചി സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നവർക്ക് നല്ല രീതിയിലൊരു വെള്ളച്ചാട്ടവും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നാളെ മഴയാണെങ്കിൽ എല്ലാവരും കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് പോര്. സൂപ്പർ വൈബാണ്.
എറണാകുളം ഞാറക്കലിലെ 17-കാരന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. അർജുൻ ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നില്ല എന്നും ആരോ മാനസികമായി സമ്മർദ്ദപ്പെടുത്തിയെന്നും സംശയമുള്ളതായി കുടുംബം പറഞ്ഞു. അർജുന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നുവെന്ന് സംശയമുള്ളതായും കുടുംബം ആരോപിച്ചു. ഒറ്റയ്ക്ക് തൊട്ടടുത്ത കടയിൽ പോലും പോകാത്ത അർജുൻ 3 കിലോമീറ്ററോളം നടന്ന് ബീച്ചിലെത്തിയത് അസ്വാഭാവികമാണ്. എല്ലാ മരണങ്ങളും ഗെയിം അഡിക്ഷന്റെ ലേബലിലാക്കരുതെന്നും ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് 17-കാരനെ വൈപ്പിൻ ചാപ്പക്കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗെയിം ടാസ്ക് കാരണമാണോ ജീവനൊടുക്കിയതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. കാസർഗോഡ് മോഷണ കുറ്റം ആരോപിച്ച് അപമാനിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കി. നാലത്തക്കം സ്വദേശി ജസീലയാണ് മരിച്ചത്. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്നുള്ള മാനസിക പീഡനത്തിൽ മനം നൊന്താണ് ജസീല ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും ജസീല മാനസിക പീഡനം നേരിട്ടെന്ന് കുടുംബം ആരോപിച്ചു. സ്വർണം മോഷ്ടിച്ചെന്ന ആരോപണത്തിൽ ആദൂർ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ജസീലയ്ക്കെതിരെ തെളിവുകളില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് 24-കാരിയായ ജസീല വിഷം കഴിച്ചത്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജസീല അയച്ച വീഡിയോ സന്ദേശം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. യുവതിയെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും മാനസികമായി പീഡിപ്പിച്ച വ്യക്തികളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് ചിറ്റിലാഞ്ചേരിയിൽ മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വണ്ടാഴി സ്വദേശി സതീഷാണ് മരിച്ചത്. ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടം. സംഭവത്തിൽ 2 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജീഷ്, വിശ്വനാഥ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. ഇടുക്കി കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീ പിടിച്ച് മരിച്ച സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയ് മാത്തുവിനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ മെയ് 9-നാണ് കൊന്നത്തടി കൊമ്പൊടിങ്ങാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയും മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ സംഭവം നടന്ന് 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റേതാണ് ഉത്തരവ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയി മാത്യുവിനാണ് അന്വേഷണ ചുമതല. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹം ഒഴികെ മറ്റ് മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. ഒപ്പം സംഭവത്തിൽ മറ്റ് ചില ദുരൂഹതകൾ ഉള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുതാപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ആലപ്പുഴ അരൂരിൽ വ്യായാമം ചെയ്യുന്ന ഡമ്പൽ കൊണ്ട് തലയ്ക്കടിച്ച് അമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ചെറുമകന് 9 വർഷം തടവും പിഴയും. അരൂർ സ്വദേശി അനന്തുവിനെയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പട്ടണക്കാട് സ്വദേശി ശാന്തയാണ് 2019 ജൂൺ 9 രാത്രി കൊല്ലപ്പെട്ടത്. ശാന്തയുടെ മൂത്ത മകൻ ഷീലയുടെ മകനാണ് അനന്തു. മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന ഇയാൾ പുല്ലുവെട്ടി വിറ്റ് ജീവിച്ചിരുന്ന അമ്മുമ്മയോട് ലഹരിക്കായി പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിന്റെ പേരിൽ പ്രകോപിതനായി കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. കൊലപാതകത്തിന് ശേഷം അനന്തു പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. 11-കാരിയായ മകളുടെ മുന്നിൽ യുവതിയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ കൊന്ന കേസിൽ അമ്മയ്ക്കും മകനും ജീവപര്യന്തം തടവും പിഴയും. തിരുവനന്തപുരം അപ്പുപ്പൻപാറ സ്വദേശി സിന്ധുവിനെ കൊന്ന കേസിൽ പാങ്ങോട് സ്വദേശിനി റാഹില ബീവിയും മകൻ സാഗറിനുമാണ് നെടുമങ്ങാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. 2016 ഡിസംബർ 9-നാണ് കേസിന് ആസ്പദമായ സംഭവം. ഭർത്താവായ സാജന്റെ ക്ഷണപ്രകാരമാണ് 11 വയസ്സുള്ള തന്റെ മകളെയും കൂട്ടി സിന്ധു സാജന്റെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് വീട്ടുമുറ്റത്ത് വെച്ച് സാജന്റെ മാതാവ് റാഹില ബീവിയും സഹോദരൻ സാഗറും ചേർന്ന് മണ്ണെണ്ണ ഒഴിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന തീപ്പെട്ടി കത്തിച്ച് സാഗർ സിന്ധുവിന്റെ ദേഹത്തെറിഞ്ഞു. സിന്ധുവിനെ 11 വയസ്സുകാരി മകൾ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. പരിസരവാസികളായ ദൃക്സാക്ഷികളും സിന്ധുവിന്റെ മകളുമായിരുന്നു കേസിലെ സാക്ഷികൾ. മകൾ ഒഴിച്ചുള്ള സാക്ഷികളൊക്കെ പിന്നീട് കൂറുമാറിയെങ്കിലും മകളുടെ മൊഴി കേസിൽ നിർണായകമായി. തുടർന്നാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത്. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്ന ഭാര്യയുടെ കൈ ഭർത്താവ് തല്ലിയൊടിച്ചു.
ഇടുക്കി ചതുരംഗപ്പാറയിലാണ് സംഭവം. ഭർത്താവ് അറസ്റ്റിൽ. തമിഴ്നാട് തേവാരം സ്വദേശിയായ മാരിയപ്പനെയാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. ചതുരംഗപ്പാറ ഭാഗത്ത് താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളിയായ യുവതിയുടെ കൈയാണ് ഭർത്താവ് വിറക് കമ്പുകൊണ്ട് തല്ലിയൊടിച്ചത്. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്നതിനെ തുടർന്നായിരുന്നു ആക്രമണം. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഉത്തർപ്രദേശിൽ 33 കുട്ടികളെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കി ദൃശ്യങ്ങൾ ഡാർക്ക് വെബ് വഴി 47 രാജ്യങ്ങളിൽ വിൽപ്പന നടത്തിയ കേസിൽ ദമ്പതിമാർക്ക് വധശിക്ഷ. ഉത്തർപ്രദേശ് ബന്തയിലെ രാംഭവൻ, ഭാര്യ ദുർഗാവതി എന്നിവരെയാണ് പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിശേഷിപ്പിച്ചാണ് വിധി. വധശിക്ഷയ്ക്ക് പുറമെ അതിജീവിച്ച ഓരോ കുട്ടിക്കും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടു. പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത തുക ഇരകൾക്ക് തുല്യമായി വിധിച്ച് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2010-2020 കാലഘട്ടത്തിൽ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രതികൾ പീഡനത്തിനിരയാക്കുകയായിരുന്നു. ഓൺലൈൻ വീഡിയോ ഗെയിമുകളും പണവും സമ്മാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ചാണ് രാമവൻ കുട്ടികളെ പീഡിപ്പിച്ചത്. 2020-ലാണ് കേസ് CBI ഏറ്റെടുത്തത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല്. വലിയ കുളങ്ങര ഉത്സവത്തിനിടയിലാണ് സംഘർഷം. സംഭവത്തിൽ 2 പേരുടെ നില ഗുരുതരം. ഏറ്റുമുട്ടലിനിടെ തോക്കു ചൂണ്ടിയ വിഷ്ണുവിനെ മറുസംഘം ആക്രമിക്കുകയും മരത്തടി ഉപയോഗിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മണ്ണാർശാല ഗുണ്ടാ സംഘവും തൃക്കുന്നപ്പുഴ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. ബാറിൽ വെച്ചുണ്ടായ വാക്കേറ്റമാണ് നിലവിലെ കൂട്ടത്തല്ലിന് കാരണം. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലും പരുമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ അപകടം. ആർക്കും പരിക്കുകളില്ല. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിലൂടെ 300 മീറ്ററോളം ദൂരം കാർ നിരങ്ങി നീങ്ങിയ ശേഷമാണ് നിന്നത്. അപകട സമയം രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂർ കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 20 പേർക്ക് പരിക്ക്. നഗരമധ്യത്തിലെ വൺ വേ ജംഗ്ഷന് സമീപം രാത്രി 10:15 അപകടമുണ്ടായത്. മുന്നിൽ പോയിരുന്ന ചെങ്ങന്നൂർ സൂപ്പർഫാസ്റ്റ് ബസ്സിന് പുറകിൽ കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലോടുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ബസ്സുകളിലും ഉണ്ടായിരുന്ന 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം റോഡിൽ പെയിന്റ് മറിഞ്ഞിരുന്നു. മഴ പെയ്തതോടെ ഈ ഭാഗത്ത് വാഹനങ്ങൾ തെന്നി മാറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം കോട്ടക്കലിൽ ലോറി മറിഞ്ഞ അപകടം. ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കർണാടക രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് മറിഞ്ഞത്. പുത്തൂർ പി സ്കൂളിന്റെ മുന്നിലായിരുന്നു അപകടം. മലപ്പുറം പൊന്നാനിയിൽ കാർ ഇടിച്ച് തമിഴ്നാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് കുംഭകോണം സ്വദേശി ഇളയരാജയാണ് മരിച്ചത്. ഇളയരാജയെ പൊന്നാനി ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാർ മറ്റൊരു സ്ത്രീയെയും ഇടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ സ്ത്രീയെ പൊന്നാനി ബെൻസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നാട്ടുകാർ കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തിരുവനന്തപുരം ആര്യനാട് നഴ്സിംഗ് സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവതി പിടിയിൽ. പേട്ട സ്വദേശി ബീനയാണ് പിടിയിലായത്. പാറശാലയിലുള്ള നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ ബീന തട്ടിയെടുത്തിരുന്നു. പണം കൈപ്പറ്റിയ ശേഷം അഡ്മിഷൻ വാങ്ങി നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്തിട്ടില്ല. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ബീന. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,055 രൂപ, പവന് 96,440 രൂപ. വെള്ളി ഗ്രാമിന് 275 രൂപ, കിലോ 2,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. തൃശൂർ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് കുരങ്ങ് ശല്യം രൂക്ഷം. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരൻ വീണ് പരിക്കേറ്റു. 1 മാസത്തിലേറെയായി പ്രദേശത്ത് കുരങ്ങ് ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് സമയത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ആളുകൾക്ക് നേരെ കുരങ്ങൻ ചാടി വരുന്നത് കണ്ട് ഇവർ ഓടി രക്ഷപ്പെട്ടു. 1 മണിക്കൂറോളം ശല്യം ചെയ്ത കുരങ്ങൻ ദേശീയപാതയോരത്തേക്ക് നീങ്ങി. ഇതിനിടെ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുരങ്ങനെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുതുക്കാട് നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും കുരങ്ങനെ പിടികൂടാനായില്ല. 1 മാസത്തിലേറെയായി നന്ദിക്കര കുറുമാലി പ്രദേശത്ത് കുരങ്ങനെത്തി ശല്യം ചെയ്യാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് കുരങ്ങനെ പിടികൂടി കാട്ടിലേക്ക് മാറ്റാൻ വനം വകുപ്പ് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ ചെറുതുരുത്തിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. സൽമാൻ, അൽതാഫ്, അസീസ്, ആയിഷ, 2 വയസ്സുകാരനായ റയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തെരുവുനായയുടെ കടിയേറ്റ 2 വയസ്സുകാരന്റെ തുടയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ പുറകിലൂടെ ഓടുന്ന അവസ്ഥയും നിത്യസംഭവമാണ്. ഞങ്ങള് പള്ളിയുടെ അവിടെ എത്തിയപ്പോ നായ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് മേഘമാക്രാണ്ട് ഓടിയപ്പോ നായ അവിടെ യൂനസ്കാർ അവിടെ എത്തി. നായ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു ചെയ്തത്. അപ്പൊ ഞാൻ വടിയേറ്റ് കൊടുത്തു. അപ്പൊ പിന്നെയും ഇങ്ങോട്ട് എടുത്തേക്ക് വന്ന് കടിച്ചു, വടി പൊട്ടിയ. അപ്പൊ പിന്നെയും നായ മേത്തേക്ക് വരുന്നു. അപ്പൊ അതിനെ ചവിട്ടിട്ട് ഞാൻ അങ്ങോട്ട് 3-4 പേരെ കടിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ടൂറിസം മേഖലയിലും സമീപ പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വർക്കല സർക്കാർ ഗസ്റ്റ് ഹൌസിന് സമീപത്തും പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചിട്ട് 10 ദിവസത്തോളമായി. ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കുടിവെള്ളം നിലച്ചതോടെ പ്രദേശത്ത് നഗരസഭാ ടാങ്കറിൽ ജലവിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ വാർഡ് കൌൺസിലറെ വിവരമറിയിച്ചു. എന്നാൽ യാതൊരു നടപടിയുമില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. വാർഡ് സഭയിലും മെമ്പറെടുത്തും പറഞ്ഞു, നിങ്ങൾ മുനിസിപ്പാലിറ്റി മുഖേന വെള്ളം കൊണ്ടുവരുമായിരുന്നു. അത് ഇപ്പം നിലവിലില്ല. അവർ കൊണ്ടുവരാമെന്ന് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന് ഇതുവരെയ്ക്കും നടന്നില്ല. വാർഡ് സഭ കൂടിയ സമയത്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അജയ് ഇരുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഇപ്പം നിങ്ങൾ അതിന് ഒരു ഇത് കാണിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് ഇതുവരെയും നടന്നില്ല. ഈ പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ കൂടാതെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. വെള്ളം മുടങ്ങിയതിനെ തുടർന്ന് അങ്കണവാടിയിലെ ജീവനക്കാർ മറ്റു വീടുകളിൽ പോയി വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. പല കുടുംബങ്ങളും വില കൊടുത്താണ് കുടിവെള്ളം വാങ്ങുന്നത്. വാട്ടർ അതോറിറ്റി അധികാരികളെ വിളിച്ചാൽ അവരുടെ ഭാഗത്തു നിന്നും മുടന്തൻ ന്യായങ്ങളാണ് പറയുന്നതെന്നും പരിസരവാസികൾ പറയുന്നു. നമുക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇല്ല. ഏറ്റവും പ്രധാനം 1-2 ആണ് അത്യാവശ്യം. നമുക്ക് നമ്മളെ തുണികൾ നമുക്ക് കുളിക്കാൻ ബാക്കിയുള്ള കാര്യത്തിനൊന്നും വെള്ളമില്ല. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളം ഇല്ലാത്തത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും.
വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം റോഡ് മുതൽ ക്ഷേത്ര പരിസരങ്ങളിൽ നിത്യേന വാട്ടർ അതോറിറ്റിയുടെ ജലം മുടങ്ങാതെ എത്തുമ്പോഴും ഈ പ്രദേശങ്ങളെ അവഗണിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇടവേള. Admissions are now open for the academic year 2026-2027 at Sancho's Metropolitan School, Thalassery. Hurry, enroll today. Registrations are open for pre-KG to 9th standard. Limited seats available. For more details, call 0490-2327-944. Visit our campus at Holloway Road, Thalassery, or log on to www.smstly.edu.in. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Kavita Gold and Diamonds, the versatile jewelry. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. My G Future. Experience the next. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി-സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സദേൺ മൾട്ടി-സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടി-പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. Aquila Finance, the legacy of trusted service since 1995. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള ലൈഫ് ഗാർഡുകളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ലൈഫ് ഗാർഡുകൾ പണിമുടക്കിലേക്ക്. ഈ മാസം 24-25 തീയതികളിലാണ് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തോളമായി ടൂറിസം വകുപ്പിന് കീഴിൽ ജീവൻ പണയപ്പെടുത്തി ബീച്ചുകളിൽ ജോലി ചെയ്യുന്നവരാണ് ലൈഫ് ഗാർഡുകൾ. എന്നാൽ ഇത്രയും കാലത്തെ സേവനത്തിന് ശേഷവും ഇവർ ഇപ്പോഴും ദിവസവേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കടലിലേക്ക് ചാടുന്ന തങ്ങൾക്ക് യാതൊരുവിധ സുരക്ഷാ കവചമോ ആനുകൂല്യങ്ങളോ സർക്കാർ നൽകുന്നില്ലെന്നാണ് ജീവനക്കാരുടെ പരാതി. പലതവണ പരാതികൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്കിലേക്ക് നീങ്ങാൻ ഇവർ തീരുമാനിച്ചത്. ഈ സർവീസിൽ 30 കൊല്ലം ജോലി ചെയ്ത് 35 വർഷം ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ ഒന്നുമില്ലാതെ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യാതൊരുവിധ ആനുകൂല്യങ്ങളില്ല, ഇൻഷുറൻസ് ഇല്ല, PF ഇല്ല, ESI ഇല്ല, പെൻഷനില്ല, യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ നിരവധി വർഷങ്ങളായും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നമ്മൾ ഒരുപാട് പേരെ നിവേദനം കൊടുക്കുകയും പോയി കാണുകയും MLA-മാർക്ക് പേഴ്സണലായിട്ട് കാണുകയും ഒരുപാട് പേർക്ക് നമ്മൾ കാല് പിടിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്, സാർ നമ്മളെ എന്തെങ്കിലും ആക്കി തരണം. കാരണം ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരെ രക്ഷപ്പെടുത്തി കരയെ കൊണ്ടുവരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കഴിഞ്ഞു പോയ എല്ലാ സർക്കാരും, ആരെയും ഒന്നും പറഞ്ഞില്ല, എല്ലാ സർക്കാരും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വർക്കലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പാപനാശം, ആലിയിറക്കം, ബ്ലാക്ക് ബീച്ച്, തിരുവമ്പാടി, കാപ്പിൽ എന്നീ ബീച്ചുകളിലാണ് ലൈഫ് ഗാർഡുകൾ സേവനമനുഷ്ഠിക്കുന്നത്. ഇതിൽ പാപനാശം ബീച്ചിൽ മാത്രം പ്രതിദിനം ആയിരക്കണക്കിന് വിദേശ സ്വദേശി ടൂറിസ്റ്റുകളാണ് എത്തുന്നത്. ശക്തമായ തിരമാലകളുള്ള ഈ തീരങ്ങളിൽ കുളിക്കാനിറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ഇവരെയെല്ലാം കൃത്യസമയത്ത് ഇടപെട്ട് രക്ഷപ്പെടുത്തുന്നതും ലൈഫ് ഗാർഡുകളാണ്. ലൈഫ് ഗാർഡുകൾ പണിമുടക്കുന്ന 2 ദിവസങ്ങളിൽ ബീച്ചുകളിൽ ആര് കാവൽ നിൽക്കുമെന്ന ചോദ്യം നാട്ടുകാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ലൈഫ് ഗാർഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ സുരക്ഷാ പ്രതിസന്ധിയാകും ടൂറിസം മേഖലയിൽ ഉണ്ടാവുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.
ഇടുക്കി അടിമാലി കല്ലാർ വട്ടിയാർ ഭാഗത്ത് 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കുരിശുപാറ സ്വദേശി രാജേഷ് മാരിയപ്പനാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. കഞ്ചാവ് സ്കൂട്ടറിൽ വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1 കിലോ 450 ഗ്രാം ഉണക്ക കഞ്ചാവും വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. റംസാൻ വ്രതം ആരംഭിച്ചതോടെ മലപ്പുറം അങ്ങാടിയിൽ കഞ്ഞി വിതരണം ആരംഭിച്ചു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി തരിക്കഞ്ഞി വിതരണത്തിന് മുടക്കം വരാതെ ഇത്തവണയും കഞ്ഞി വിതരണവുമായി എത്തിയിരിക്കുകയാണ് അസിയാക്കയും ദേവദാസനും. നോമ്പ് തുറന്നാൽ പാണ്ടിക്കാട് അങ്ങാടിയിൽ ഒരു തിരക്കാണ്. പൊരിഞ്ഞ വയറുമായി എത്തുന്നവരുടെ വയറും മനസ്സും നിറയ്ക്കാനായി മേലാറ്റൂർ റോഡിൽ അസിയാക്കയും ദേവദാസനും തരിക്കഞ്ഞിയുമായി കാത്തു നിൽക്കും. കഴിഞ്ഞ 5 പതിറ്റാണ്ടു കാലമായി നോമ്പുകാലത്ത് ഇവിടെ സജീവമാണ് ഈ സുഹൃത്തുക്കൾ. ഇത്തവണയും ഈ പതിവിന് മുടക്കമൊന്നും വന്നിട്ടില്ല. റവ, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി മുതലായവ ചേർത്ത് അസിയാക്ക പാചകം ചെയ്തുകൊണ്ടുവരുന്ന തരിക്കഞ്ഞിക്ക് പ്രത്യേക സ്വാദാണെന്ന് പതിവായി ഇവിടെ കഴിക്കാനെത്തുന്നവരും പങ്കുവെക്കുന്നു. ഇതിപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ് ഈ അസിയാക്കാൻ്റെ തരിക്കഞ്ഞി. ഇതിപ്പോൾ ഒരു സൗകര്യം കൂടിയാണ്. സൗകര്യമാണ് വഴിയാത്രക്കാർക്ക് വരെ നോമ്പ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അസിയാക്കാൻ്റെ തരിക്കഞ്ഞി പിടിച്ച് നോമ്പ് തുറന്ന് ആശ്വാസം പോലെ പോവാം. ഗ്ലാസ് ഒന്നിന് 20 രൂപ നിരക്കിലാണ് തരിക്കഞ്ഞി വിൽപ്പന. അസിയാക്കയുടെ തരിക്കഞ്ഞി വിതരണമില്ലാത്തൊരു നോമ്പുകാലം എന്നത് അങ്ങാടിയിലെത്തുന്നവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത സാഹചര്യമാണ്. തന്റെ അടുത്തെത്തുന്നവരുടെ സംതൃപ്തിയാണ് തനിക്ക് ഏറ്റവും സന്തോഷമെന്നും അതുകൊണ്ടാണ് തരിക്കഞ്ഞി വിതരണവുമായി 50 വർഷക്കാലത്തോളമായി ഇവിടെ എത്തുന്നതെന്നും അസിയാക്കയും പങ്കുവെക്കുന്നു. 49 വർഷം എൻ്റെ ജ്യേഷ്ഠനായിരുന്നു ആദ്യം. ഒരു 8-10 വർഷം ജ്യേഷ്ഠനായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. 5 മുതൽ തുടങ്ങിയതാണ്. പിന്നെ 10 അങ്ങനെ പോയി 8 ആയി 10 ആയി 15 ആയി ഇപ്പോൾ 20 നിൽക്കുകയാണ്. എല്ലാ നോമ്പിനും ഇവിടെ അസിയാക്കാനെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്നും ഇവിടെ ഈ വർഷം നോമ്പ് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവലുണ്ട്. നോമ്പുതുറ സമയത്തിന് മുൻപായി അങ്ങാടിയിലെത്തുന്ന അസിയാക്കയുടെ തരിക്കഞ്ഞി വാങ്ങി കുടിക്കുവാനും വീടുകളിലേക്ക് പാഴ്സൽ കൊണ്ടുപോകുന്നതിനായും ജാതിമത ഭേദമന്യേ ആളുകൾ എത്തുന്നതും പതിവ് കാഴ്ച തന്നെയാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. ജനക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതി വിഹിതവും ജനങ്ങളിൽ കൃത്യമായി എത്തിച്ച പത്തനംതിട്ട ജില്ലയിലെ അരുവാപുലം ഗ്രാമപഞ്ചായത്ത് മികച്ച പഞ്ചായത്തിനുള്ള ഗ്രാമസ്വരാജ് ട്രോഫി നേടി. മലയോര മേഖലയിലുള്ള പഞ്ചായത്ത് 3ാം തവണയാണ് ട്രോഫി നേടുന്നതെന്ന് പ്രസിഡന്റ് ബി രേഷ്മ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെ തേടിയാണ് ഗ്രാമസ്വരാജ് അവാർഡ് എത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ അരുവാപുലം ഗ്രാമപഞ്ചായത്തിനാണ് ഈ വർഷത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള ഗ്രാമസ്വരാജ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമ്മളോടിപ്പോൾ ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മയാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചത്? 2024-25 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണ് സ്വരാജ് ട്രോഫി അരുവാപ്പുലത്തിനെ തേടിയെത്തിയിരിക്കുന്നത്. അരുവാപ്പുലത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായിട്ട് സ്വരാജ് ട്രോഫി ഏറ്റുവാങ്ങുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും അതുപോലെ തന്നെ എനിക്കൊരു വെല്ലുവിളിയും കൂടിയാണിത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ 25-26 നമ്മൾ പുതിയ ഭരണസമിതി കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് ഈ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്വരാജ് ട്രോഫി. ഉറപ്പായിട്ടും ഭരണസമിതിയും അതോടൊപ്പം തന്നെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അതുതന്നെയാണ് സ്വരാജ് ട്രോഫി 3 വർഷവും നമ്മളെ തേടി എത്താനുള്ളൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വരാജ് ട്രോഫി ഈ വർഷവും ലഭിച്ചതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈഫ് മിഷൻ പരിപാടി അതുപോലെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ട്രോഫി കിട്ടാനുള്ള വലിയൊരു കാരണം തന്നെയാണ്. ഇനിയും നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമാണ്, ഇപ്പോൾ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഉറപ്പായിട്ടും നമുക്ക് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. അപ്പം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പുതിയ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ള വിപുലമായ കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ
അവർ കാഴ്ചവെച്ച നല്ല കാര്യങ്ങളെ എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഉറപ്പായിട്ടും മുൻ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നമുക്ക് നേടിത്തന്നിരിക്കുന്ന നേട്ടങ്ങളെ നഷ്ടപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ ഉറപ്പായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നിറയെ വെല്ലുവിളികൾ ഉള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുമോ, ഒരു വനപ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികളുണ്ടോ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ നമുക്ക് ഏറെയാണ്. വെല്ലുവിളികളെയൊക്കെ നേരിട്ടുകൊണ്ട് പോകാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ പുതിയ ഭരണസമിതിയും കാഴ്ചവെക്കുകയും ഈ നേട്ടവുമായി മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ടും പുതിയ ഭരണസമിതി ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടാകും. അവരും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒത്തൊരുമിച്ച് തന്നെ അരപ്പലം ഗ്രാമപഞ്ചായത്തിനെ ഇനിയും നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് പിന്നെ മലയോര മേഖല, ഈ രണ്ട് മേഖലയും കൂടി ചേർന്നാണ് പത്തനംതിട്ട ജില്ല സ്ഥിതി ചെയ്യുന്നത്. റവന്യൂ വരുമാനം വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് അതുപോലുള്ള ഷോപ്പിംഗ് മാളോ മറ്റുള്ള ഒന്നും തന്നെയില്ല. പക്ഷെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതി വിഹിതം അവരിലേക്ക് എത്തിച്ചതിന്റെ ഒരു കാൽവെപ്പോടു കൂടി ആയിരിക്കുമല്ലോ ഈ അവാർഡ് എത്തിയത്. ഉറപ്പായിട്ടും നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരും നമ്മളോട് അതിന് അവരുടെ പരമാവധി നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നിന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് പരമാവധി ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെല്ലാം തന്നെ നമ്മൾ കാലതാമസം ഇല്ലാതെ തന്നെ തീർക്കാൻ പരമാവധി ഉദ്യോഗസ്ഥരും ശ്രമിക്കാറുണ്ട്. അതിന്റെ കൂടി ഒരു നേട്ടമാണ് സ്വരാജ് ട്രോഫി നമുക്ക് ലഭിച്ചത്. ഇലക്ഷന് മുമ്പാണ് നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. ഇലക്ഷൻ ശേഷം തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പഞ്ചായത്ത് പ്രസിഡന്റാണ്, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളും? ഉറപ്പായിട്ടും ഇലക്ഷന് മാത്രമാണ് നമ്മൾ രാഷ്ട്രീയം മുന്നോട്ട് കണ്ടുകൊണ്ട് പോയി. ഇപ്പൊ തന്നെ നമ്മൾ അരപ്പലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ കൊക്കാത്തോട് എന്ന് പറയുന്ന ഒരു വനപ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. വനപ്രദേശത്തെ സംബന്ധിച്ചുള്ള എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ എന്നും മുന്നിലുണ്ടാകും. കൊക്കാത്തോട് പോലെ പ്രദേശത്ത് നിന്ന് വരുമ്പോൾ എനിക്കറിയാം ആ പ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ്, അതുപോലുള്ളൊരു പ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മുന്നിൽ കണ്ട് വളർന്നു വന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെ ഞാനും എനിക്കൊപ്പം തന്നെ ഭരണസമിതിയും ചെയ്യുന്നതായിരിക്കും. ഹാട്രിക് വിജയമാണ് ഈ പഞ്ചായത്ത് നേടിയിട്ടുള്ളത്. വീണ്ടും അടുത്ത വർഷവും അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ നമ്മളോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ, പത്തനംതിട്ട. വികസനം എന്നത് ഓരോ കുടുംബത്തിലും സന്തോഷം എത്തിക്കുന്നതാവണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. കൂട്ടായ്മകളും കൂടിച്ചേരകളും നഷ്ടമാകുന്ന കാലത്ത് നാടിന്റെ പാരമ്പര്യം പുതിയ തലമുറ അറിയാനും നാടിന്റെ ഭാവി തീരുമാനിക്കുന്നതിനും ഇത്തരം പരിപാടികൾ കൊണ്ട് സാധിക്കും. ചെങ്ങന്നൂർ പെരുമ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. KSFDC ചെയർമാൻ കെ മധു, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ശശികുമാർ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാമണി, നഗരസഭാ കൌൺസിലർ PK അനിൽകുമാർ, വാസ്തുവിദ്യ ഗുരുകുലം ഡയറക്ടർ പ്രിയദർശൻ എന്നിവർ പങ്കെടുത്തു. ആൻസൺ ആന്റണി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ചിത്രം ജൂനിയേഴ്സ് ജേണി വിജയകരമായി 2ാം വാരത്തിലേക്ക്. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ഗ്രാമത്തിൽ വന്നു പെടുകയും അവിടെ വെച്ച് ചെറുപ്പക്കാരനുണ്ടായ ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ജെറ്റ് മീഡിയയുടെ ബാനറിൽ സുനിൽ അരവിന്ദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിജയരാഘവൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ ശരത് ഗോപാൽ, മീനാക്ഷി, സുധീർ കരമന, അരുൺ സന്തോഷ് കീഴാറ്റൂർ, സുനിൽ സുഖദ, സൗമ്യ ഭാഗ്യംപിള്ള, ജയകൃഷ്ണൻ, ദിനേശ് പണിക്കർ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സെലക്ഷൻ കഴിഞ്ഞ ആളായതുകൊണ്ടും അത്യാവശ്യം നിയമങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനോ കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കുവാനോ സാധിക്കും. ഈ 2 കൊലപാതകങ്ങളും നിങ്ങളുടെ തല വെക്കാൻ എനിക്ക് ഇത്രയും തെളിവൊക്കെ ധാരാളം. ഒരു രാവണൻ ജനിക്കുമ്പോൾ ഒരു രാമൻ ജനിക്കും, ഒരു കംസൻ ജനിക്കുമ്പോൾ ഒരു കൃഷ്ണൻ. നീ ഒരുങ്ങിയിരുന്നോ? നിനക്ക് വേണ്ടി ധരിക്കാൻ
സംസ്ഥാന റവന്യൂ സർവേ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. മികച്ച ജില്ലാ കളക്ടറായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IASനെയും മികച്ച കളക്ടറേറ്റായി തിരുവനന്തപുരം കളക്ടറേറ്റും അംഗീകാരം നേടി. കൂടാതെ മികച്ച സബ് കളക്ടറായി തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡ്, റവന്യൂ ഡിവിഷണൽ ഓഫീസറായി കൊല്ലം പുനലൂർ ഡിവോഷണൽ ഓഫീസർ G സുരേഷ് ബാബു, റവന്യൂ ഡിവിഷണൽ ഓഫീസായി RDO തൃശൂരിനെയും തിരഞ്ഞെടുത്തു. മികച്ച ഡെപ്യൂട്ടി കളക്ടർ പാലക്കാട് ജില്ലയിലെ K സുനിൽകുമാർ, RRI തൃശൂർ ജില്ലയിലെ PA വിഭൂഷൺ, DMI ആലപ്പുഴ ജില്ലയിലെ C പ്രേംജി, RRI സുധീഷ് ആലപ്പുഴ എന്നിവരെയും തിരഞ്ഞെടുത്തു. സർവേ ഭൂരേഖ വകുപ്പിലെ വിവിധ തസ്തികയിലുള്ള ജീവനക്കാർക്കും വില്ലേജ് ഓഫീസർ, ജില്ലാ കളക്ടർ, വിവിധ വില്ലേജ് ഓഫീസുകൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. റവന്യൂ ദിനമായ ഫെബ്രുവരി 24-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അന്നേ ദിവസം ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ATM കാർഡ് രൂപത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡിന്റെ ഉദ്ഘാടനവും നടക്കും. ബെസ്റ്റ് സബ് കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം സബ് കളക്ടറായിട്ടുള്ള ശ്രീ ആൽഫ്രഡ് OV IAS. ഏറ്റവും നല്ല കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം. ഏറ്റവും നല്ല ബെസ്റ്റ് കളക്ടർ, ബെസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS തൃശൂർ. വർഷങ്ങളായി കാടുമൂടിയും സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളവുമായിരുന്ന ഇലന്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് ശാപമോക്ഷം. പത്തനംതിട്ട ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തും കൈകോർത്താണ് കളിസ്ഥലം സജ്ജമാക്കിയത്. ക്രിക്കറ്റ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സജീവ് നിർവഹിച്ചു. വർഷങ്ങളായി കാടുമൂടിയും സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളവുമായിരുന്ന ഇലന്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് ശാപമോക്ഷമായിരിക്കുകയാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയം സജ്ജമാക്കി ക്രിക്കറ്റ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചതിന് പിന്നിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG മുകുന്ദൻ പറഞ്ഞു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു കോച്ചിങ് ക്യാമ്പ്, ക്രിക്കറ്റിൻ്റെ കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുക. പല നാളുകളായി മോശപ്പെട്ട് കിടന്ന ഈ സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ നേതൃത്വം ഏറ്റെടുത്ത് അത് വൃത്തിയാക്കി ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവരുടെ കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുക. വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഇത് കൂടുതലായിട്ട് ഈ സ്റ്റേഡിയം ഇനിയും വളരെ പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ചുകൂടെ നല്ലതാക്കി കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കുഞ്ഞുങ്ങളെ നല്ല ഭാവി ഉണ്ടാകാനുള്ള ഒരു പ്രവർത്തനം ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വർഷങ്ങളായി ഇലന്തൂർ ഗ്രാമത്തിൽ ഭംഗിയുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയ്ക്കൊപ്പം കായിക പ്രേമികളും പഞ്ചായത്തും ഒരുമിച്ച് പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു ക്യാമ്പിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KG മുകുന്ദൻ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ഇനി കായിക വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 7-ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാൻ, നമീബിയ, നെതർലൻഡ്സ്, USA എന്നീ ടീമുകളെ തകർത്താണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ കളത്തിലിറങ്ങുന്നത്. ഇതുവരെ 35 T20 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. ഇന്ത്യ 21 മത്സരങ്ങൾ ജയിച്ചു. ദക്ഷിണാഫ്രിക്ക ജയിച്ചത് 13 മത്സരങ്ങൾ മാത്രമാണ്. ഒരു മത്സരം ടൈ ആയി അവസാനിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരങ്ങളാണ് ഇന്ത്യൻ നിരയിലുള്ളത്. തിലക് വർമ്മയും ബൌളിംഗിൽ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുമാണ് ദക്ഷിണാഫ്രിക്കയുടെ പേടി സ്വപ്നം. അതേസമയം ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിച്ചേക്കില്ല. സീസണിലെ ആദ്യ ഹോം പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കാനിറങ്ങും. രാത്രി 7:30-നാണ് മത്സരം. മുംബൈ സിറ്റി FC ആണ് എതിരാളികൾ. മധ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിയോട് പരാജയപ്പെട്ടതിന്റെ ക്ഷീണം തീർത്ത് ടൂർണമെന്റിലേക്ക് ശക്തമായി തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുന്നത്. മുംബൈ സിറ്റി FC ആദ്യ മത്സരത്തിൽ ചെന്നൈയിൽ FCയെ വീഴ്ത്തി സീസൺ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനെത്തുന്നത്.
ഇടുക്കിയിലെ മലയോര ഹൈവേയുടെ ഭാഗമായ കുട്ടിക്കാനം കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിന്റെ പ്രചരണാർത്ഥം കിഫ്ബിയുടെ നേതൃത്വത്തിൽ ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമൻ നയിച്ച ഹിൽ ഹൈവേ റൺ ഇടുക്കിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഹിൽ ഹൈവേ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തത്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 22 കിലോമീറ്റർ ദൂരമാണ് മിലിന്ദ് സോമൻ ഓടിയത്. ഹിൽവേ റൺ ചരിത്ര നിമിഷമായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കിയുടെ മനോഹാരിതയെ വർണ്ണിച്ചായിരുന്നു മിലിന്ദ് സോമന്റെ പ്രതികരണം. 235 കോടി ചിലവഴിച്ചാണ് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ 40 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിച്ചത്. കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മില്ലിംഗ് സോമൻ മലയോര ഹൈവേയിലൂടെ ഓടിയത്. രാവിലെ 7-ന് മന്ത്രി റോഷി അഗസ്റ്റിനാണ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തത്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 22 കിലോമീറ്റർ ദൂരമാണ് മില്ലിംഗ് സോമൻ ഓടിയത്. ഓട്ടം ചപ്പാത്തിൽ സമാപിച്ചു. വനിതാ ബൈക്ക് റൈഡർമാർ, റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ് താരങ്ങൾ, ബുള്ളറ്റ് റൈഡർമാർ എന്നിവർ റണ്ണിൽ അണിനിരന്നു. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ചപ്പാത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. മലയോര തുരങ്കപാതയുടെ പ്രഖ്യാപനം മന്ത്രി KN ബാലഗോപാൽ നടത്തി. മനോഹരമായ ഹൈവേ ആണെന്നും ഓട്ടം നന്നായി ആസ്വദിച്ചുവെന്നും മില്ലിംഗ് സോമൻ പറഞ്ഞു. പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇടുക്കി. രാജ്യത്തെ എല്ലാ മാരത്തോൺ ഓട്ടക്കാരും ഇടുക്കി ഹൈവേയിൽ ഓടാമെത്തണമെന്നും മില്ലിംഗ് സോമൻ പറഞ്ഞു. We need to spread more awareness, and events like this, today's event, which is a fantastic event in a beautiful place on a beautiful road, we should have more events like this so more of the public participates and people of Kerala get fitter and healthier, and we see a fitter and healthier country, and Kerala should lead the way. Thank you very much for having me here. മില്ലിംഗ് സോമന്റെ പങ്കാളിത്തത്തോടെ ഹിൽവേ റൺ ലോകശ്രദ്ധ ആകർഷിച്ചുവെന്നും ലോക നിലവാരത്തിലുള്ള പാതയാണ് മലയോര ഹൈവേ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ലോകശ്രദ്ധ ആകർഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവസരം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകൾ, തേയില തോട്ടങ്ങളുടെ ഇടയിലൂടെ മഞ്ഞു വീട് കിടക്കുന്ന അനുഗ്രഹീതമായ ഈ പ്രകൃതിയിലൂടെ കടന്നുപോരുന്ന ടൂറിസ്റ്റുകൾക്ക് അനുഗ്രഹദായകമായ നല്ല വഴി വന്നതോടുകൂടി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഈ ബഡ്ജറ്റിലൂടെയും കട്ടപ്പന, കാഞ്ചിയാറ് ഉൾപ്പെടുന്ന പ്രദേശത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതിക്ക് വേണ്ടി 20 കോടി രൂപ മാറ്റിവെച്ചു. ഭാവിയിലേക്ക് കാണാൻ പോകുന്ന കട്ടപ്പന തേനി തുരങ്ക പാത ഈ നാടിന്റെ ഏറ്റവും വലിയ വികസന സ്വപ്നമായി ഭാവിയിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മലയോര ഹൈവേ ലോകശ്രദ്ധയിലെത്തിക്കുക എന്നതും നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടേക്ക് ആകർഷിക്കുവാനും പദ്ധതിയുണ്ട്. വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.